ഇപ്പോഴും എന്റെ സ്വർഗത്തിലാണ് ഞാൻ പറയുന്നത്. അതായത് വേണാട് എക്സ്പ്രസ് പോലും അത്ര ഓടിയിട്ടില്ല. നമ്മളൊരു പിയർ സ്റ്റോപ്പിന് കൊതിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വയസ്സുള്ളപ്പോ എന്റെ ഉമ്മയും ബാപ്പയും പിരിഞ്ഞതാണ്. എന്റെ നോക്കണ്ടേ, കാണുന്നത് മരുമോളെ കാണണ്ടേ, ഇങ്ങനെ എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഏവർക്കും മുഹബത്ത് ഡയറീസിലേക്ക് സ്വാഗതം. ഓൾഡ് ഈസ് ഗോൾഡ്. നമ്മുടെ ഗ്രാൻഡ് മദേഴ്സിന്റെ പണ്ട് കാലത്തെ ജീവിതാനുഭവങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. നെല്ലശ്ശേരി ഹമീദിന്റെയും ചിത്തക്കേരി സുഹറായുടെയും മക്കളായി ഞങ്ങൾ 8 മക്കൾ ജന്മം തന്നു. ഞങ്ങൾ ആദ്യകാലങ്ങളിലെല്ലാം വളരെ സന്തോഷമായി ജീവിച്ചു. പക്ഷേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വിട്ട് തമ്മനം എന്ന കുഗ്രാമത്തിൽ ചെറിയൊരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം വളരെ വളരെ ദയനീയമായിരുന്നു. കാരണം ഞങ്ങളുടെ വാപ്പ സ്ഥലങ്ങളെല്ലാം മേടിച്ച് വിൽക്കും. വീണ്ടും ഞങ്ങൾ വാടക കണ്ടിട്ട് വീടുകൾ വാടക നടന്ന് 8 മക്കളെയും കൊണ്ട് ഞങ്ങളുടെ ഉമ്മ അനുഭവിച്ച അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഒരു ദുഃഖമാണ് ഉള്ളത്. എന്തെന്ന് വെച്ചാൽ 8 മക്കളെ വളർത്തുന്ന കാര്യം ബാപ്പാക്ക് ഒരു ചുമതലയില്ലാതെയാണ് ഇരുന്നത്. കാരണം ഉമ്മയാണ് എല്ലാത്തിനും ഉത്തരവാദിത്തം. ബാപ്പ ജോലിക്ക് പോവില്ല, കുടുംബത്തിൽ കിടന്ന് ഉറങ്ങും. ഈ സമയത്ത് 8 മക്കളും വന്ന് ചോദിക്കണേണ് ഞങ്ങൾക്ക് ഭക്ഷണം എന്താ ഉമ്മ. അന്ന് ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഈ ഞങ്ങളുടെ മാമാടെ വീടിന്റെ അപ്പുറത്തായിട്ട് വളരെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അമ്മായിയുടെ മോള് ഫാസില, ഞാൻ, നസീമ, ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഞങ്ങൾ എല്ലിപ്പഴം പറക്കും, എല്ലിപ്പൂ കുറക്കും, പാലപ്പൂ പറക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് വിശപ്പിന് എന്താ തിന്നെന്ന് വെച്ചാൽ ആ പഴമില്ല, എല്ലിപ്പഴം തന്നെ ഞങ്ങൾ ചെന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് തുമ്പ കൊണ്ട് പുറകിൽ തൂങ്ങിയിട്ട് കളിച്ച് രസിച്ച് ആ മണ്ണിൽ കിടന്ന് ഒഴിഞ്ഞും മറിഞ്ഞ് ഞങ്ങൾ അവിടെ വളരെ സന്തോഷത്തോടും വിശപ്പെന്നൊന്നും അറിയുന്നില്ല. ഞങ്ങൾ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിൽ ഇന്നും ഞങ്ങളുടെ കാൽപ്പാടുകൾ ഇന്നും അവിടെ കിടപ്പുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നത്. എന്താ വെച്ചാൽ ഇഷ്ടംപോലെ ഞങ്ങൾ എപ്പോഴും മാർക്കറ്റിൽ അലഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രാവശ്യം ഇന്നത്തെ പോലെ ഒരു പ്രാവശ്യം പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചും കൊണ്ടുവന്നല്ല അന്ന് മുളകിന് പോകണമെങ്കിൽ ഒരു പ്രാവശ്യം പോകണം, മീൻ മേടിക്കാനെങ്കിൽ ഒരു പ്രാവശ്യം പോകണം, അരിക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം പോകണം, വിറകിന് പോകണം ഒരു പ്രാവശ്യം. ഇങ്ങനെ എത്ര പ്രാവശ്യം ഞങ്ങളുടെ കാല് കേന്നിട്ടുണ്ട് ഈ തമ്മനത്ത് നടന്ന്. എന്നിട്ട് ഓരോ കൂട്ടം ആദ്യം ഞങ്ങൾ മുതിർന്നവർ പെൺകുട്ടികളായി പോയി. ഈ പെൺകുട്ടികളാണ് ഞങ്ങളെല്ലാം. ഉമ്മ അപ്സത്ത് എന്റെ മൂത്തേറ്റതിന് പോയിട്ടില്ല, വീട്ടിലെ വേലകൾ ചെയ്യും. ഞാനും നസീമായാണ് ഇതിന് നടന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾക്കും ഒരാൾ വിറക് മേടിക്കും. ഈ വിറകൊക്കെ മേടിച്ച് ഞങ്ങൾ കാശുണ്ടാവില്ല. ചിലപ്പോൾ വിറകൊക്കെ മേടിച്ചിട്ട് ആ വിറകുകാരൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് പോകും. മാർക്കറ്റിൽ പോയി മീൻ പിടിച്ച് വരുമ്പോഴത്തേക്കും മില്ല് അടച്ചിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളുടെ ഓർണമെന്റാണ് മില്ല്, നമുക്ക് വിറകിന് കാശ് കൊടുക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിറക് ഇങ്ങോട്ട് എടുത്തിട്ട് പോയി കാശ് കൊടുക്കാതെ വിറക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാശിന് ഞങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മേടിച്ച് എൻ്റെ ഉമ്മാക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ മക്കൾ പോയി എന്തെല്ലാം കൊണ്ടുവന്നത്, പൈസ ഒന്നുമില്ല. മീനാണെങ്കിൽ മീന് 30 പൈസ, 35 പൈസ, 10 പൈസ, ഇതൊക്കെ ആയിട്ട് എല്ലാ സാധനവും ഒത്തൊരുമിച്ച് ഞങ്ങൾ 6-7 മണിയാവും. ഈ കുത്താപ്പാടി എന്ന അമ്പലത്തിന്റെ അവിടുത്തെ ഞങ്ങളാണ് താമസിക്കുന്നത്. 10 കൊല്ലം അവിടെ പണയത്തിന് താമസിക്കും. ഈ പൈസയും കൊണ്ട് ഞങ്ങൾ ഒരു കയ്യിൽ വിറക്, ഒരു കയ്യിൽ സഞ്ചി അരി മേടിച്ചിട്ടില്ല, ഗോതമ്പ് മേടിച്ചിട്ടില്ല. ഗോതമ്പ് മേടിക്കാനാണെങ്കിൽ റേഷൻ കടയിൽ പോയിട്ട് ഗോതമ്പ് മേടിച്ചിട്ട് അത് കഴുകളില്ല, ഉണക്കലില്ല. ഈ ഗോതമ്പ് ഞങ്ങള് അപ്പുറത്തെ മില്ലിൽ നിന്ന് പേറ്റി പിറക്കി അപ്പൊ തന്നെ പൊടിച്ച് ഒരു കയ്യിൽ ഇതും ചാള, ഒരു കയ്യിൽ ചാളയാണ് അന്നത്തെ ഏറ്റവും വലിയ ആദായമുള്ള മീനന്ന് ചാളയാണ്. ആ ചാളയും വാങ്ങി ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഉമ്മ ഇരുന്ന് കാത്തിരുന്ന് എന്തെന്ന് വെച്ചാൽ എന്താണ് ആ ഗോതമ്പിന്റെ പൊടി കലക്കിച്ചൂട്ട്, വെറുതെ ഉപ്പിട്ട് കലക്കിച്ചൂട്ട് പത്തിരിയാക്കി ഞങ്ങൾക്ക് മക്കൾക്കും തന്നു. അതിൻ്റെ ഉള്ളിൽ ഞങ്ങള് ഈ ചാളക്കറി വെച്ചിട്ട് ഒഴിച്ച് ഞങ്ങൾക്ക് തന്നു. എൻ്റെ ഉമ്മക്ക് ഇപ്പോഴും എൻ്റെ ഉമ്മ സ്വർഗത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അടുത്തതായി നമ്മുടെ യൂട്യൂബ് താത്ത നസീമാനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എനിക്ക് പൊതുവെ പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു. മറ്റുള്ള കാര്യങ്ങളായിരുന്നു താല്പര്യം. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ കാണാറില്ല. അതായത് എൻ്റെ മാമാടെ വീട്ടിൽ, ചേട്ടത്തിന്റെ വീട്ടിൽ, അമ്മായിയുടെ വീട്ടിൽ ഇങ്ങനെ ഞാൻ ഓടി നടക്കുകയായിരുന്നു. അവിടെ മാമാടെ വീട്ടിൽ പോയാൽ എൻ്റെ മാമാടെ മോൻ ഇളയെന്ന് പറഞ്ഞാൽ അവന് എപ്പോഴും പിപ്സ് വരുമായിരുന്നു. 5 വയസ്സ് വരെ വരുമായിരുന്നു. എപ്പോഴും ഞാനാണ് കൂടെ പോകുന്നത്. ആസ്പത്രിയിൽ 6-7 ദിവസം കിടക്കും. അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി വരും. പിറ്റേ ദിവസം പിന്നെയും കൊണ്ടുപോകും.
അങ്ങനെ കിടക്കും. അവിടെ നിൽക്കും. നിന്ന് കഴിയുമ്പോ അവിടെ അവന്റെ പെങ്ങളുണ്ട് ഫാസിലാന്ന് പറഞ്ഞു. അവളുമായിട്ട് തല്ലു പിടിക്കുമ്പോ അവന്റെ ഉമ്മ പറയും വീട്ടിൽ പോകാൻ. വീട്ടിൽ പോകാൻ പറഞ്ഞാലും പോയില്ല. കാരണമുണ്ട്. അവിടത്തെ നല്ല കുത്തരിച്ചോറും നല്ല മുളക് ചമ്മന്തിയും ഒക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ കളിച്ച് വസിച്ച് നടക്കും. അതുകൊണ്ട് പോകാൻ തോന്നുന്നില്ല. അതുപോലെ എല്ലാവരും വീട്ടിലും അമ്മായിയുടെ വീട്ടിൽ ചെന്നാലും അവിടെ ഒന്നും പോരാൻ പറ്റില്ല. നല്ല കട്ടിലക്കറി, നല്ല തോരൻ, ഇതൊക്കെ കഴിച്ചിരിക്കും. അവിടെ പോയില്ലെങ്കിൽ തന്നെ വാപ്പ വഴക്ക് പറയും. വീട്ടിൽ വന്ന് വഴക്ക് പറയും പോയില്ലെങ്കിൽ. അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 ബക്കറ്റ് തുണിയാണ് അലക്കാൻ വെച്ചിരിക്കുന്നത്. അന്നത്തെ പോലെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല. അത് മുഴുവനും അലക്കി അവർക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം വാപ്പ വീട്ടിൽ വന്ന് നമ്മളെ വടിയെടുത്തടിക്കും ചെയ്തു കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ ഓരോ ഇതിലായിട്ടും നമ്മൾ ഓടി നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ആണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയത്. വീട്ടിൽ നിൽക്കാനൊന്നും തന്നെ താല്പര്യമില്ല. സ്നേഹം കുറവായിരുന്നു. അതുകൊണ്ട് മക്കളധികമാകുമ്പോ സ്നേഹം കുറയുമല്ലോ. ഇപ്പൊ മക്കളധികം ഉണ്ടെങ്കിലും ഭയങ്കര സ്നേഹമാണ്. 2, 3, 5 ഉണ്ടെങ്കിൽ അവര് ഭയങ്കര. അന്നത്തെ മക്കളോട് മാതാപിതാക്കൾക്ക് സ്നേഹം കുറവായിരുന്നു. അപ്പൊ അവർക്ക് സ്നേഹം കിട്ടുന്നിടത്തൊക്കെ പോയി അവര് നിൽക്കുമായിരുന്നു. പിന്നെ എന്ന് പറയാനായിട്ട് 56 എന്റെ 1956 ഞാൻ ജനിച്ചു. 80 വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് കുറച്ചു നാള് സന്തോഷത്തിൽ ജീവിച്ചു. 7 വർഷമായപ്പോൾ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിക്കുമ്പോൾ 2 ചെറിയ കുട്ടികളാണ്. മൂത്ത ആൾക്ക് 5 വയസ്സ്, ഇളയ ആൾക്ക് 3 വയസ്സ്. ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ ആ ജീവിതത്തെ പറ്റി. ഒരുപാട് ത്യാഗങ്ങൾ ഞാൻ സഹിച്ചു. അതായത് വേണാട് എക്സ്പ്രസ് പോലും അത്ര ഓടിയിട്ടില്ല. ഞാൻ ഓടിയ മക്കളെ വളർത്താൻ വേണ്ടി ഞാൻ വിട്ടുകൊടുത്തില്ല. ആർക്കും വിട്ടുകൊടുത്തില്ല. പല വിവാഹക്കാര്യം വന്നു ഞാൻ തട്ടിക്കളഞ്ഞു എന്റെ മക്കൾക്ക് വേണ്ടി. മക്കളെ ഞാൻ നല്ലപോലെ വളർത്തി. ഒരാളെ BA MA വരെ പഠിപ്പിച്ചു. രണ്ടാമത്തെ ആള് പഠിക്കാൻ മടിയനായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചു. എന്നാലും അവന് 10ാം ക്ലാസ്സിലും നല്ല ഉയരത്തിൽ തന്നെ ജീവിക്കുന്നു. കാരണക്കോട് സ്കൂളിലെ പഠിച്ച് 3ാം ക്ലാസ് വരെ പഠിച്ചു. 7ാം ക്ലാസ് വരെ മുസ്ലിം സ്കൂളിൽ പഠിച്ചു. പക്ഷെ ബെല്ലടിക്കും ടീച്ചർ. ക്ലാസ്സിൽ ബെല്ലടിക്കുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ ഒന്നും ഉണ്ടാവില്ല. തിരിച്ചു വന്ന് കൂട്ടുകാരികളോട് പറയും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. എന്നാലും പുറത്ത് നമ്മുടെ മാന്യത നമ്മൾ കെടുത്തിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ നമ്മളത്. ഇന്ന് പിള്ളേർക്ക് കുഴിമന്തിയും ഷവർമയും ഇല്ലാതെ അവർ ഭക്ഷണം കഴിക്കില്ല. അന്നെന്ന് പറഞ്ഞാൽ 10 രൂപ തരും. 10 രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 40 സോപ്പ് വരണം കുളിക്കാൻ. 1/2 കിലോ റവ, 10 ചിരട്ട ഇങ്ങത്തിക്കാൻ, 1/2 കിലോ ഗോതമ്പ് പൊടി, 50 ദിവസക്ക് വെളിച്ചെണ്ണ. ഈ 10 രൂപക്ക് 10 സാധനങ്ങളുണ്ടാവും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഇന്നത്തെ പിള്ളേർ അതാണോ? ഇന്നത്തെ പിള്ളേർക്ക് ഭക്ഷണം തന്നെ ഭയങ്കര ഫോർമാലിറ്റിയാണ്. അവർക്ക് ഭക്ഷണത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം അവർക്ക് പല ഇതിലാണ് പറയുന്നത് ഭക്ഷണം. അങ്ങനെയുള്ള ഇപ്പോഴത്തെ മക്കളുടെ ജീവിതം. നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് ഒരു സാരി ഉടുത്തണം നമ്മൾ നടന്നിട്ടുണ്ട്. അത് അലക്കിയിട്ടും അത് ഉണക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ പിള്ളേര് ഒരു നിസ്സാര ഒരു പരിപാടി വന്നാൽ 5 ഡ്രസ്സ് വേണം അവർക്ക്. നമ്മൾ അതുപോലെയൊക്കെ ഇല്ല ജീവിച്ചേക്കണം. നമ്മൾ യൂണിഫോം തന്നെ ഇടാതെ സ്കൂളിൽ എത്രയോ ദിവസങ്ങൾ നമ്മളെ കയറ്റിയിട്ടില്ല. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ തയ്യലിന് പൈസ കൊടുത്തില്ലെന്നും പറഞ്ഞാൽ പുറത്ത് നിർത്തിയിട്ടുണ്ട്. പാഠപുസ്തകം കൊണ്ടൊന്നും പുറത്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ അനുഭവങ്ങളിൽ നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല. ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരുടെ അടുത്തും പോയിക്കൊണ്ട് എല്ലാവരുടെ കാര്യങ്ങളും ഉപകാരിയാണ്. ആരാസ്പത്രി കിടന്നാലും ഞാൻ കൂടെ പോയി നിൽക്കും. അങ്ങനെയാണ് എന്റെ പഠിത്തം പോയത്. എന്റെ ഉമ്മ പള്ളുരുത്തി ആശുപത്രി കിടന്നുകൂടെ എന്റെ പഠിത്തം പോയി. ചേച്ചി ഉണ്ടല്ലോ, നിൽക്കില്ല, ഒരു സ്ഥലത്തും നിൽക്കൂല. അവർക്ക് അന്ന് മാസ്റ്റേഴ്സ് ജോലിയുണ്ട്, 110 രൂപ കിട്ടും. പക്ഷെ അവര് പിയേഴ്സ് സോപ്പും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. അതിന് നമ്മളൊരു പിയേഴ്സ് സോപ്പിന് കൊതിച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട്. അന്ന് ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി കവറൊട്ടിക്കാൻ പോകും എന്റെ മാമാടെ വീട്ടിൽ. അവിടെ ചെന്ന് ശനിയാഴ്ച ഞങ്ങൾക്ക് ശമ്പളം കിട്ടണത്. ശനിയാഴ്ച തമ്മന മുക്കില് ആ മൂലക്കൊണ്ട് രാധാ സോപ്പ് മേടിക്കും ഞാൻ. ചേട്ടത്തി പിയേഴ്സ് മേടിക്കും, ഞാൻ രാധാസ് മേടിക്കും. രാധാസിന് വില കുറവാ, പിയേഴ്സിന് വില കൂടുതലാ.
പിന്നെ പുള്ളിക്ക് എപ്പോഴും റോസപ്പ് വേണം. അന്നത്തെ 20 വയസ്സുണ്ട് റോസപ്പിന്. ഡെയിലി മേടിക്കും റോസപ്പ്. ആ റോസപ്പ് നമ്മളെന്ന് പറഞ്ഞാൽ അന്ന് ഒരു പാഷനൊന്നുമില്ല. ഈ സൈഡിൽ കൂടെ പോയ ആ സൈഡിൽ കൂടെ വരും, മനുഷ്യന്റെ മിണ്ടയില്ല. അതെയാ അതല്ല ഇപ്പോഴും അതുകൊണ്ട് അന്നത്തിനും എന്താടി റോസപ്പൂ ഡെയിലി മേടിക്കും. 20 രൂപ. 110 രൂപ ഉണ്ടായുള്ളൂ. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ മൂത്ത ചേട്ടത്തിയില്ലേ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഭർത്താവ് എപ്പോഴും പൈസ ഒക്കെ കൊടുക്കേ. 10 പൈസ ഞങ്ങൾക്ക് തരില്ല. ഒരു ദിവസം ഞങ്ങളെ ഇങ്ങനെ ചെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ചെന്ന് നോക്കുമ്പോ പ്ലേറ്റുകള് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു പ്ലേറ്റ് എടുത്ത 10 നോട്ട്, ഒരു പ്ലേറ്റ് 50 നോട്ട്. കൊടുക്കണൊക്കെ സൂക്ഷിച്ചൊക്കെ ആർക്കും തരില്ല. സോപ്പ് എടുത്തിട്ട് കുളിച്ചിട്ടുണ്ടോ ഒളിച്ചോണ്ട് വെക്കും. അന്ന് ഞാൻ കുളിച്ചിട്ടുണ്ട് പിയർ സോപ്പിട്ട് കുളിക്കാനായിട്ട്. ഇന്ന് എനിക്ക് ഒരു 20,000 പിയർ സോപ്പിട്ടാണെങ്കിൽ കുളിക്കാൻ. അന്നൊരു പിയർ സോപ്പ് കുളിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ അന്നത്തിനും പഞ്ഞമില്ല, സ്വർണത്തിനും പഞ്ഞമില്ല, ഭൂമിയിൽ കരുണയ്ക്കാണ് പഞ്ഞം സഹോദരേ, ഭൂമിയിൽ കരുണയ്ക്കാണ് പഞ്ഞം. അല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇപ്പം സ്നേഹം കിട്ടണില്ല. എല്ലാം ഉണ്ട്, എല്ലാവരും എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല. ഭർത്താവ് മരിച്ച ശേഷം ഈ മക്കളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയത് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞാലൊരു കഥ തന്നെയാണ്. അത് നമ്മളൊരു നീണ്ട കഥയാണ്. എഴുതിയാൽ ഒരു 3 പുസ്തകം വേണം അത് എഴുതാൻ. വളർത്തി എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിക്കുമ്പോൾ കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലായിരുന്നു. അതായത് മരിച്ചു കഴിഞ്ഞ് എന്റെ വീട്ടിലാണ് ഞാൻ കിടന്നത്. വീട്ടിലെന്ന് പറഞ്ഞാൽ 2 ആങ്ങളമാരുടെ ഭാര്യമാര്, പാപ്പ, ഉമ്മ, ഇത്രയും പേരുള്ളടുത്ത് ഞാനും എന്റെ 2 മക്കളും കിടക്കാൻ സ്ഥലമില്ല. രാത്രി ഊണഴിക്കുന്ന മുറി ഊണ് കഴിഞ്ഞ് തുടച്ചതിന് ശേഷമാണ് മക്കളെ ഒരു സ്ഥലത്ത് ഒരു കട്ടിലെ കൊണ്ട് കിടത്തി ഉറക്കും. അവിടെ നിന്ന് 2ാമത്തെ കട്ടിലെ കൊണ്ട് കിടത്തും. 3ാമത് കൂടെ തുടച്ച സ്ഥലത്താണ് അവിടെ കിടത്തുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എല്ലാവരും കൂടെ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരും കൂട്ടരും എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഭർത്താവിന്റെ സംഘടനയിലുള്ള കുറച്ച് പാർട്ടി മേയർ അംസക്കുഞ്ഞി ആദ്യമായിട്ട് 3000 രൂപ കൊണ്ട് തന്നു. അന്ന് 3000 എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തിന്റെ വിലയാണ്. അതിന് ഞങ്ങളുടെ സ്ഥലം മേടിച്ചു. അങ്ങനെ നിന്ന് പെര വെക്കാന്നപ്പോ ഓരോരുത്തരും ഓരോ സംഭാവനകളായിട്ട് പാപ്പാടെ ഒരു പെങ്ങളുടെ മോൻ കുറച്ച് തടികൾ തന്നു. കലൂർത്ത് എന്റെ ചേട്ടത്തിയുടെ ഭർത്താവ് ഒരു ലോഡ് കല്ലിറക്കി തന്നു. ഫാസിലിത്തയുടെ ഭർത്താവ് 4 ചാക്ക് സിമെന്റ് തന്നു. അങ്ങനെ എല്ലാവരും കൂടി സഹായിച്ച് അവിടെ ഒരു വീട് വന്നു. അങ്ങനെ വളർത്തി ഇവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം ഇരിക്കും. ഞാൻ 20 ദിവസം പോലും ഇരുന്നില്ല. മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടു. മക്കൾക്ക് ആദ്യമായിട്ട് ഞാൻ പലചരക്കടയിൽ തുടങ്ങിയത്. അതായത് 2 കിലോ പഞ്ചസാര, 1 കിലോ ചായപ്പൊടി, 1 കിലോ വെളിച്ചെണ്ണ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കും. ഓരോരുത്തർ വന്ന് വാങ്ങും. അതിലെന്തെങ്കിലും മക്കൾക്ക് കൊടുക്കും. അത് മേടിക്കാൻ പോകുമ്പോൾ പിള്ളേര് മാത്രമേ ഉള്ളൂ വീട്ടില്. ഒരാള് 1ാം ക്ലാസ്സിലും ഒരാള് 2ാം ക്ലാസ്സിലും പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റും ചായയും ഉണ്ടാക്കി വെച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു കത്ത് എഴുതി വെക്കും. ഈ ഇരിക്കുന്ന ആഹാരം ഒരെണ്ണത്തിലൊരാൾക്ക് പേരെഴുതി വെച്ചിട്ട് പോകും. പക്ഷേ തിരിച്ചു വരുമ്പോ ഇവിടെ ഈ 2 കൂടെ ഇളയാളെടുത്ത് തിന്നു. മൂത്താളുടെയും കൂടെ. മൂത്താൾക്ക് കിട്ടില്ല, സങ്കടം പറയും. അങ്ങനെ വന്നു കഴിയുമ്പോ മൂത്താൾക്ക് ഞാൻ ശരിയാക്കി കൊടുക്കും സാധനങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ദിവസം ഡെയിലി പോയി അങ്ങനെ പലചരക്കടയിൽ ലാഭം ഇല്ലാതൊക്കെ നിർത്തി. അങ്ങനെ ഒരു പാർട്ടി 2000 രൂപ തന്നു. നിങ്ങൾ തുണിക്കച്ചവടം ചെയ്ത് നോക്കുന്നപ്പോ എന്റെ നാത്തൂൻ റംല പറഞ്ഞു ഞാൻ വരാം സീത്ത കൂടെ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പോയി 2000 രൂപ സാധനം എടുത്തു. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വിജയിച്ചു. അതുകൊണ്ട് നടന്നു. പിന്നെ 2000 രൂപ, 20,000 രൂപ, 50,000 രൂപ, 1 ലക്ഷം കൊണ്ടുവന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ എന്റെ സാധനങ്ങൾ പിടിയിന്ന് വിൽക്കും.
ഞാൻ ആരുടെ ഭാഗത്ത് കാശ് ചോദിക്കാൻ പോകില്ല. എന്റെ ഇരിപ്പിടത്തിൽ വരും പൈസ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ പിള്ളേരെ പഠിപ്പിച്ചു. പിന്നെ അവൻ ഇതേപോലെ വാപ്പ ചെയ്യുന്ന ബിസിനസ് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് കയറി 50 രൂപ ശമ്പളത്തിലാണ് ആദ്യം നിന്നത്. 50 രൂപ കിട്ടിയാൽ അവൻ വീട്ടിലൊരു പാലും മേടിച്ചുകൊണ്ട് വരും, ബാക്കി പൈസ എന്നെ ഏൽപ്പിക്കും. 10 പൈസ പുറത്തുനിന്നൊരു സാധനം മേടിച്ച് കഴിക്കാറില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രം കഴിക്കാം. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും ഞാൻ പുറത്തുനിന്ന് അങ്ങനെയൊന്നും കഴിക്കാറില്ല. വീട്ടിൽ വന്ന് ഞാൻ കൊടുത്താലേ കഴിക്കാറുള്ളൂ. അങ്ങനെയാണ് എന്റെ ജീവിതം ഞാൻ ഇത്രയും നാളും മുന്നോട്ട് കൊണ്ടുവന്നു. എന്നാലും ഞാൻ ജീവിതം ഞാൻ തരണം ചെയ്ത് തന്നെ കൊണ്ടുവന്നു. ആരെപ്പോലെ ആത്മഹത്യ ചെയ്യാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. അള്ളാഹുവിന് വേണ്ടി ഞാൻ ജീവിച്ചു. ഇനിയുള്ള ജീവിതം എനിക്ക് ഭംഗിയാക്കി തരട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് റംലത്തമ്മയുടെ ജീവിത ചരിത്രങ്ങൾ കേൾക്കാം. എന്റെ ജീവിതകഥയാണ് ഞാൻ പറയാൻ പോണത്. എന്റെ കുഞ്ഞിലെ എനിക്ക് 1 വയസ്സുള്ളപ്പോ എന്റെ ഉമ്മയും ബാപ്പയും പിരിഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്റെ വാപ്പാന്റെ ആൾക്കാരാണ് എന്നെ വളർത്തിയത്. അവര് വളർത്തി 10 വയസ്സ് വരെയൊക്കെ അവരെ കൂടെയൊക്കെ ഞാൻ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലാക്കി. സ്കൂളിൽ 6 വയസ്സിൽ എന്നെ കൊണ്ടേയാക്കി. സ്കൂളില് 3-ാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ 10 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ കൊണ്ട് എന്നെ ജോലിക്കായിട്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തി. അവിടെ നിന്ന് 17 വയസ്സ് വരെ അവിടെ തന്നെ നിന്ന്. അവിടെ നിന്ന് കുറെ അവരുടെ അടിയും തോഴിയും ഒരുപാട് അനുഭവിച്ചു. അവിടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം പോലും എനിക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റൂലായിരുന്നു. വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോ വീട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. നമുക്ക് വാപ്പ വേറെ കല്യാണം കഴിച്ച് വേറെ വീട്ടിലാണ്. വാപ്പാന്റെ വീട്ടിലേക്ക് തന്നെ വിടൂല. ഉമ്മായും വെല്ലുമായും ഒക്കെ വാപ്പാന്റെ ആൾക്കാര്. അങ്ങനെ വാപ്പാന്റെ ആൾക്കാരാണ് എന്നെ വളർത്തിയതിന്റെ പേരില് 1 ദിവസം 2 ദിവസം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും, മോള് പോണില്ലേ, എന്നാ പോണേന്ന് ചോദിക്കും. അങ്ങനെ 2 ദിവസത്തിൽ കൂടുതൽ നിർത്താൻ സമ്മതിക്കൂല. അങ്ങനെ അവിടെ നിന്ന് 2 ദിവസം 3 ദിവസം നമ്മൾ പോയി. പിന്നെ പെരുന്നാളായാലും ഒന്നിനും നമുക്ക് നമ്മുടെ വീടായിട്ട് ഒരു ബന്ധവും ഇല്ല. അങ്ങനെ ഒരു 17 വയസ്സ് വരെയൊക്കെ അവിടെ കഴിഞ്ഞുകൂടി. അത് പിന്നെ നമുക്ക് പറ്റണില്ല അവിടെ താമസിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ദിവസം നിന്നപ്പോഴത്തേക്കും അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി നമ്മ നിന്ന് പോയാ എന്ത് ചെയ്യൂന്നുള്ളൊരു ഇതായി. സ്കൂളിലൊക്കെ സ്കൂള് പടമുകളിൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 3-ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. അപ്പൊ സ്കൂളിൽ ഇങ്ങനെ പോണ സമയത്ത് എന്റെ വാപ്പാന്റെ എന്റെ വീട് വാപ്പച്ചിയുടെ വീട് പാലച്ചോട്, ഉമ്മാന്റെ വീട് പള്ളിപ്പറമ്പ് എന്ന് പറയും. അപ്പൊ ആ വഴിയാണ് മറ്റേ പടമകൾ സ്കൂളിലേക്ക് പോണത്. അപ്പൊ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എന്റെ വാപ്പാന്റെ ആൾക്കാർ പറയും, എടി അവിടെ ഉമ്മയുടെ ആൾക്കാരൊക്കെ നിന്നെ നോക്കിപ്പോണ്ടാവും, നിന്നെ പിടിച്ചോണ്ട് പോകോട്ടാ, നീ അത് കാരണം നീ നോക്കി പോണോട്ടാന്ന് എന്നെ എപ്പോഴും പേടിക്കാം. എന്നിട്ട് ഞാൻ കാട്ടി കൂടി കയറി ഓടിയാണ് സ്കൂളിൽ പോണത്. സ്കൂള് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റേ ഇന്ദിരാ ജംഗ്ഷന്റെ അവിടെയാണ് സ്കൂള്. അവിടെ നിന്ന് ഓടി പാലച്ചോട് ആ ജംഗ്ഷൻ വരെ ഞാൻ ഓടും. പേടിച്ചിട്ട് ഇവര് പിടിച്ചോണ്ട് പോകുമല്ലോ എന്ന് ഓർത്തിട്ട്. ആ പേടിച്ച് ഓടി ഒരു ദിവസം വന്ന് അരിച്ചും കെട്ടി വീണ് തലയും മുഖമൊക്കെ പൊട്ടി ആകനെ ഇടങ്ങേറായ വന്നു ഞാൻ. പിന്നെ ഞാൻ ജോലിക്ക് നിക്കണം എന്ന് വെച്ചാൽ 10 വയസ്സിൽ വീട്ടിൽ കൊണ്ടേ ജോലിക്കാക്കിയതാണ്. അപ്പൊ ഈ കൊച്ചുങ്ങളെ നോക്കണം വെച്ചാൽ നമ്മൾ 4 മണി വെളുപ്പിനെണീക്കും. 4 മണി വെളുപ്പിനെണീച്ച് അടിച്ചു വാരി തുടച്ച് എത്ര വലിയ കോട്ട വീടാണ്. 1/2 ഏക്കർ സ്ഥലത്താണ് വരെ വീടിരിക്കണം. ആ വീട് മൊത്തം തുടക്കണം. ആ വീട് മൊത്തം തുടച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ പെര തുടക്കാൻ പറയുമ്പോ ഈ വെളുപ്പിനെണീച്ചിട്ട് നമുക്ക് 12 മണിയാവില്ല കിടന്നുറങ്ങുമ്പോ എന്ത് ചെയ്യും? എന്നിട്ട് ഉറക്കമൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? കട്ടിന്റെ അടി കയറി ഉറങ്ങി അവര് വരും. അവര് കാണാണ്ടാവുമ്പോ അന്വേഷിച്ച് വരുമ്പോ എന്താ കട്ടിന്റെ അടി കിടന്നുറങ്ങണം. അപ്പൊ നല്ല പൊതിരടിക്കും. അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഒരുപാട് പ്രായമായപ്പോഴത്തേക്കും അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അടുക്കളയിലെ പണിയൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും നമ്മൾ ചെയ്ത ഇപ്പൊ ഒരു ചപ്പാത്തി ഇട്ട് വരണം കരിഞ്ഞ അത് സഹിക്കൂല. അവരെന്ത് ചെയ്യും? വിളിച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് കുത്തിക്കയറ്റുവര്.
ചൂടോടുകൂടി മുഖത്തേക്ക് കുത്തിക്കറ്റി എന്തോരം അടിയാ കൊണ്ടേക്കണ അന്യ ആൾക്കാരുടെ കയ്യിൽ. ഒരുപാട് അടി, ഒരുപാട് തൊഴിയും കൊണ്ടിട്ടുണ്ട്. കഷ്ടപ്പാട് ഒരുപാട് അനുഭവിച്ചു. മോഹബത്തിലെ കൂടെ കൂടി ആ ഒരു സന്തോഷം മാത്രമേ നമുക്കുള്ളൂ. ഇനി നമുക്ക് ജമീലമ്മയോട് ചോദിക്കാം. 7ാം ക്ലാസ് വരെ കാരണപ്പെടുത്ത സ്കൂളിലാണ് പഠിച്ചത്. 8ല് മുസ്ലിം സ്കൂളിൽ കാപ്പുകൊണ്ടാക്കി. പഠിക്കാൻ പോകുന്നത് 10 വയസ്സില്ല. വണ്ടിക്ക് ബസ്സിന് പോകാൻ. ക്ലാസ്സിലായി ഞാനും കൂടെ നടരാജനാണ് പോണത്. നടന്നു പോകും. നടന്ന് പോയി കഴിയുമ്പോ അവിടെ ചെല്ലുമ്പോ 10 മണി ബെല്ലടിക്കുമ്പോ സാറ് വെച്ചു, എന്താ കുട്ടി ഇത്ര താമസിച്ചു? സാറ് എന്നാ നടരാജനാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാം എഴുതാനായിട്ട് വരുമ്പോ ആ ഒരു ബുക്കുണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഒരു ബുക്കിലാണ്. സാറ് പറയും, എന്താ കുട്ടി ഒരു ബുക്കിൽ എഴുതിക്കൊണ്ടു വരുന്നു? ഇനി ടി ബെഞ്ചിന്റെ മുകളിൽ കയറി ഇരിക്കാൻ തോട്ടക്കുട്ടൊരു പിച്ചും തരും അയ്യൂബ് സാറ് മരിച്ചു പോയി. അങ്ങനെ 8 വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പഠിക്കാൻ പറ്റണില്ല. ഞാൻ 10ാം ക്ലാസ് പഠിപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ പിന്നെ വന്ന് കവറൊട്ടിക്കാൻ പോയി മാമാന്റെ അടുത്ത് നടന്ന് നേരം പഴുത്ത് ഒരു കുന്ന് അലക്കാനും വേണമെങ്കിൽ ഉള്ള ഉടുപ്പുകളും ഫുള്ള് ഊരി അവിടെ ഇട്ടു. അലക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ അലക്കിക്കോ. പിന്നെ ഞാൻ ഒരു ബാങ്കിൽ പോണെന്ന് പറഞ്ഞു. അങ്ങനെ അലക്കി മനുഷ്യന് പണിയും എടുക്കണം, വൈകുന്നേരം പറയുമ്പോൾ തേച്ചു കൊടുക്കണം, എല്ലാം ചെയ്തു കൊടുക്കണം. ഒന്നും തരയില്ല. ശമ്പളം കിട്ടിയ 100 എനിക്ക് തരണ്ടേ? അതൊന്നും തരൂല. ഒറ്റ പൈസ തരൂല. കിട്ടണ കാശ് മുഴുക്കട്ട് ഉടുപ്പ് മേടിക്കണം, റോസാപ്പ് മേടിക്കലും ഇത് തന്നെയാണ് അംഗം. കിട്ടണ മുഴുക്ക നല്ല സാധനം മേടിക്കും. എന്നിട്ട് നീ എന്റെ പാടുമൊക്കെ ഇങ്ങനത്തെ 5 പൈസ ഒന്നുമില്ല തരാം എന്ന് പറഞ്ഞു. ഞാൻ വലിയ ആരും കവറൊട്ടിക്കാൻ നേരം എടുത്ത് പോകുമ്പോഴത്തേക്ക് ഉച്ചക്ക് വിശന്നിട്ടാണെങ്കിൽ വേറെ പുകയാണ്. സുമാലൻ ചോമലും ഉണ്ടമ്പരി മേടിക്കും. അതാണ് ഇന്നലെ ഉപ്പുമാവ്. ഇത് തന്ന് വൈകുന്നേരം ആകുമ്പോ വരുമ്പോ ഒരു സാധനം ഉണ്ടാവില്ല. ഈ ഇതില്ലേ, നുറുക്കരിക്കഞ്ഞിയും ചാള മുളകിട്ടത് അതാണ് ഈ കുടിക്കുന്നത്, കഞ്ഞിയായിട്ട് കുടിക്കുന്നത്. അങ്ങനെ പഠിക്കാനും പറ്റുള്ളൂ. താമസത്ത് പറഞ്ഞ് എനിക്ക് ഒരു കാര്യം ചെയ്യും, എന്റെ അടുത്തേക്ക് പോവാ. നമുക്ക് കുത്താപ്പാടിലാണ് അവസ്ഥ താമസിക്കണം. അവസ്ഥയാണെങ്കിൽ മര്യാദ തിന്നാനും ഒന്നും തരൂല. എന്നോട് പറയേ, സ്കൂളിൽ പോകാൻ പറയും. സ്കൂളിൽ പോയിട്ടെന്ന് പറയും, നീ കോലുറക് മേടിച്ചിട്ടുണ്ടോന്ന് പറയും. വിറക് മേടിച്ചിട്ട് വന്നാല് നിനക്ക് എന്തെങ്കിലും തരാം, നീ അവിടെ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? മുസ്ലിം സ്കൂളിൽ പോയി വന്ന വഴി കഷത്ത് കോലുറകുണ്ടാവും. ഈ കഷത്ത് കോലുറക് ഇവിടെ ബുക്കും ഉണ്ടാവും. മേടിച്ചവിടെ ചെല്ലുമ്പോൾ അവസ്ഥ പറയും, നിന്നോട് അറക്കപ്പൊടി മേടിക്കാൻ വേണ്ടി നീ എന്താ മേടിക്കാനാ? കോലുറക് മാത്രം മേടിച്ചോളാം എന്നത്. ആ അവസ്ഥ എനിക്ക് പറ്റണില്ല. അവസ്ഥ എല്ലാം കൂടെ ചുമന്നു വരാം എന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടപ്പെടുള്ള ജീവിതമാണ്. കല്യാണം കാര്യം വന്നത് അന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനാണ് കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ കല്യാണക്കാരൻ വന്ന് കല്യാണം കഴിച്ച് ചെന്ന പൊന്നെ അടങ്ങാറായിപ്പോയി. അപ്പൊ അവിടത്തെ ഒരു മായി പറഞ്ഞേ, ആ പെണ്ണിനെ അങ്ങാടൊന്നും വിടല്ലേ, ആ പെണ്ണിനെ ഉമ്മക്ക് കിടത്തി പറപ്പിക്കൂല എന്ന് പറഞ്ഞു. എന്റെ പൊന്നെ അവരാണെങ്കിലാ എന്നെ നോക്കണില്ല. ഇങ്ങനെയൊക്കെയാണ്. എന്റെ നോക്കണ്ടേ, കാണുന്നത് മരുമോളെ കാണണ്ടേ, ഇങ്ങനെ നിൽക്കണം. അവർക്കൊട്ടും ഇഷ്ടമില്ലാത്ത കല്യാണം. ഫാസിലമ്മയുടെ എന്ത് കഥയാണ് കേൾക്കേണ്ടത്? സ്കൂളിൽ പഠിച്ച കഥ മതിയാ? ഇപ്പൊ ഫാസിലമ്മായി പഠിച്ചത് കാർണക്കോടം SVKM UPS ഹൈസ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. 7ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ പഠിച്ചത് എറണാകുളം മുനറുൽ ഇസ്ലാം ഹൈസ്കൂളിൽ. അപ്പൊ 7ാം ക്ലാസ് വരെയുള്ള ജീവിത രീതി പറയാം. ഫാസിലമ്മയുടെ വാപ്പ ഭയങ്കര കലാകാരനായിരുന്നു. ആ ഒരു കലാഭാവന എനിക്കും എൻ്റെ 2 ആങ്ങളമാർക്കും കിട്ടിയിട്ടുണ്ട്. അനിയത്തിക്ക് മാത്രം അത് കിട്ടിയിട്ടില്ല. അവള് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണമെന്ന് പോലും ഒരു പാട്ട് പോലും പാടി ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ന് വെച്ചാല് എല്ലാവരും നല്ല പിന്നെ ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിലും, പാട്ടിലും ഡാൻസിലും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. സ്കൂളില് പണ്ട് ഞാൻ ആനിവേഴ്സറിക്ക് ഡാൻസ് കളിച്ചോണ്ട് വന്നപ്പോ വൈകിപ്പോയി. 4 മണിക്ക് വരണ്ട, ഞാൻ 6 മണിയായി. ആനിവേഴ്സറി കഴിഞ്ഞ് വീട്ടിലെത്തിയില്ല. പഠിക്ക വരെ വന്നപ്പോ വലിയൊരു ചൂരലിന്റെ വടിയായിട്ട് നിക്കണേണ്. അവക്കട തമ്പ്രാൻ കൊടുത്തത് മലരമ്പ്. അവൾ അവിടെ കിടന്ന് സ്കൂളിൽ കിടന്ന് ഇത്രയും നേരം കിടന്ന് ചാടണായിരുന്നു. പോടിയകത്ത്, ഇനി മേലാലും നീ ഡാൻസ് കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതോടുകൂടി ഡാൻസും പാട്ടൊക്കെ അതോടുകൂടി നിന്നു. പിന്നെ അങ്ങനെ ഡാൻസും പാട്ടും ഒന്നും പാടാൻ പോയിട്ടുണ്ടായില്ല. പിന്നെ അങ്ങനെ വലുതായി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ പിന്നെ കല്യാണക്കാരുമൊക്കെ വന്ന് അങ്ങനെ കല്യാണാലോചന വന്നു. അങ്ങനെ കല്യാണാലോചന വന്ന് കല്യാണം കഴിച്ച വീട്ടില് എന്താണ്ട് അറബിക്കടൽ ഇളകി വരണ പോലെ ആയിരുന്നു. എന്താന്ന് വെച്ചാൽ അവിടെ 7 ആമക്കളും 2 പെമ്മക്കളും ആയിരുന്നു. അവരുടെ എല്ലാ ഇടയിൽ ഞാനൊരു പ്രധാനമന്ത്രിയായിട്ട് വേണമെന്ന് തന്നെ പറയാം. എല്ലാരും സോപ്പിട്ട് കയ്യിലെടുത്ത്
ഉമ്മാനെയും ബാപ്പാനെയും ചേട്ടന്മാരെയും പെങ്ങന്മാരെയും അനിയന്മാരെയൊക്കെ കയ്യിലെടുത്ത് ഇന്നും ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് ഭയങ്കര ഒരു വിലയാണ്. കുഞ്ഞു മക്കളുടെ മുമ്പിലും ഞാനെല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ എല്ലാം അവിടെ പെരുമാറി. ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തവും എല്ലാം ഞാൻ മേടിച്ച് അവര് മരണസമയത്ത് അവരുടെ പൊരുത്തം എല്ലാം എനിക്ക് കിട്ടി. അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ 8 വർഷം ഞങ്ങളുടെ വീട്ടില് തറവാട്ടില് ഞങ്ങള് അനിയന്മാരുടെ കൂടെയൊക്കെ താമസിച്ച് 8 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങളൊരു പുതിയ വീടൊക്കെ വെച്ച് തമ്മനത്തൊരു വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറാൻ പോയി. അപ്പോഴേക്കും എനിക്ക് 2 ട്രോഫിയും കിട്ടി 8 വർഷം താമസിച്ചപ്പോ. അപ്പൊ ഈ 2 ട്രോഫീനെയും കൊണ്ട് ഞാൻ തമ്മനത്തേക്ക് വീട്ടിലേക്ക് താമസം മാറ്റി. അവിടെ വന്ന് താമസം മാറ്റിയപ്പോ എന്റെ കെട്ടിയോൻ പറഞ്ഞ് നീ ഒരുപാട് സഹിച്ചൊക്കെ. അപ്പൊ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെയാണ് അന്ന് ഞങ്ങൾ വീടൊക്കെ പണിത്. ഇപ്പൊ കെട്ടിയോന് FACT-യിലായിരുന്നു ജോലി. അപ്പൊ പറഞ്ഞ് നീ ഇതുവരെ എന്നോട് ഒരു ആഗ്രഹം പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ നിനക്കൊരു ആഗ്രഹമൊന്നും ഇല്ലേ? ഈ ജോലി എടുത്ത് വേലയെടുത്ത് ചോറും വെച്ചു മക്കളെ നോക്കി എന്റെ ആൾക്കാരെയൊക്കെ നോക്കി ഇങ്ങനെ നടന്നാ മതിയാ, എന്താ നിനക്ക് മനസ്സിലൊരു ആഗ്രഹമൊന്നും ഇല്ലേന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞ് മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, അതെങ്ങനെ പറയാനാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് പറഞ്ഞ് എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊരു മുട്ട പൊരിച്ചിടണോന്ന് പറഞ്ഞു. ഒരു മുട്ട ഒറ്റക്ക് പൊരിച്ചിടണോന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു നീ ഇതുവരെ മുട്ട ഒറ്റക്ക് പൊരിച്ചു തിന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എന്റെ വീട്ടില് 4 മക്കളാണ്. അവിടെ ആണെങ്കിൽ ഒരു മുട്ട 2 മുട്ടയൊക്കെ മേടിക്കാനേ കഴിയുള്ളൂ. ഇപ്പോഴത്തെ പോലെ 10-12 മുട്ടയൊന്നും ആരും മേടിച്ചു തരുമൊന്നുമില്ല. അപ്പൊ ഈ 2 മുട്ട പൊട്ടിച്ചിട്ട് പിന്നെ ഉമ്മാച്ചിത്താന്ന് പറഞ്ഞ ഒരു ഞങ്ങളെ നോക്കണ ഒരു ഉണ്ടായി. ഞങ്ങളെ ഉമ്മാനെ പോലെ തന്നെയാണ് അവര് ഞങ്ങളെ നോക്കിയിരുന്നത്. അവര് ഈ മുട്ട ഞങ്ങൾക്ക് 6 എണ്ണമാക്കി കണ്ടിച്ചിട്ടാണ് 6 കഷ്ണത്തിൽ 1 കഷ്ണം തന്നത്. അപ്പൊ നമുക്ക് ഒരു മുട്ട കിട്ടിയ ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ എന്നെ കെട്ടിച്ച വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോ ഉണ്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ 4 മുട്ട പൊരിച്ചാല് 12-13 കഷ്ണം ആക്കണം. അപ്പൊ അവിടെയും കിട്ടിയില്ല. പിന്നെ അപ്പൊ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴെങ്കിലും ഒരു മുട്ട പൊരിച്ചത് തിന്നാന്ന് വിചാരിച്ചപ്പോ അവിടെയും കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് വേറെ വീട് വേറെ താമസിക്കുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും പിള്ളേര് മുട്ട പൊരിച്ചൊക്കെ പാത്രത്തിൽ തിന്നാനെടുക്കുന്ന പിള്ളേര് അതുകൊണ്ട് പോകും. അപ്പൊ ഞാൻ പറയും എനിക്ക് ഇതുവരെ ഒരു മുട്ട പൊരിച്ച കിട്ടിയിട്ടില്ല, അപ്പൊ എനിക്കൊരു മുട്ട പൊരിച്ചു ഒറ്റക്ക് തിന്നണോന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ പോയിട്ട് 12 മുട്ട മേടിച്ചോണ്ട് വന്നു. ഇപ്പൊ തന്നെ പൊരിച്ച് ഒരു മുട്ട തിന്നണേ എനിക്ക് കാണണോന്ന് പറഞ്ഞു. എന്നിട്ട് മുട്ട പൊരിക്കാൻ എന്നോട് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ബാത്റൂമിൽ കുളിക്കാൻ കയറി. ഞാനെന്ത് ചെയ്തു, ഒരു മുട്ട പൊരിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി അപ്പുറത്ത് പോയപ്പോ എന്റെ മൂത്ത മോന് സ്കൂൾ വിട്ട് വന്ന അതിൽ നിന്ന് പകുതി മുട്ട തിന്നും പോയി. അപ്പോഴും കിട്ടിയില്ല എനിക്ക് ഒരു മുട്ട പൊരിച്ചത്. അപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥ. അപ്പൊ എല്ലാം സഹിച്ചു അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു. അങ്ങനെ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ഒരു ആഗ്രഹം സാധിച്ച കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഉദാഹരണം ഒരു മുട്ട പൊരിച്ചത് പോലും തിന്നാനുള്ള ഭാഗ്യം നമുക്കില്ലായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാരും ഉണ്ട്. പിന്നെ ഒരു മുഹബത്ത് എന്ന ഒരു സംഘടനയും കൂടി ഇങ്ങോട്ട് വന്ന കാരണം പെണ്ണുങ്ങളൊന്നും താഴത്തുമല്ല നിലത്തുമല്ല. എന്താന്ന് വെച്ചാൽ അത്രയും നേരം അവർക്ക് ഒരു വെളിവില്ലല്ലോ. എന്ന് പറഞ്ഞാൽ 4 മണി കൂടെ ആയിക്കഴിഞ്ഞാല് മുഹബത്തിലെ ഉമ്മാമാർക്കൊന്നും ഒരു വെളിവില്ല. രാത്രി 10 മണി വരെ പിന്നെ അവര് കെട്ടിപ്പിടുത്തവും ഉമ്മ കൊടുക്കലും ചിരിയും വർത്താനവും എന്തൊക്കെയാണ് അവരുടെ ഒരു ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റൂല. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇപ്പൊ നല്ല രീതിയിലൊക്കെ ചിരിച്ചും കളിച്ചും ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോണേണ്. ഇപ്പൊ ഞങ്ങൾക്ക് 65 വയസ്സോ 70 വയസ്സായെന്നും ഞങ്ങൾക്ക് തോന്നണില്ല. ഞങ്ങള് ഇപ്പൊ വളരെ ആക്റ്റീവാണ്. എന്താന്ന് വെച്ചാല് മുമ്പെന്ന് വെച്ചാൽ ഞങ്ങളുടെ മനസ്സെത്തണോടത്ത് ഞങ്ങളുടെ ശരീരം എത്തൂലാന്ന്. ഇപ്പൊ ഞങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം ഓടി നടക്കണേണ്. എവിടെയാണ് എന്താണ് മുഹബത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഉറക്കമില്ല ഊണില്ലാതെ ഞങ്ങൾ ഉമ്മാമാരെല്ലാരും ഓടി നടക്കണേണ്. അങ്ങനെ ഞങ്ങളുടെ പല കലാപരിപാടികളൊക്കെ ഞങ്ങളെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാനും മുഹബത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ട്. ഞങ്ങളുടെ ആങ്ങളമാരുണ്ട്, ഞങ്ങളുടെ എല്ലാ മക്കളും ഞങ്ങളുടെ ചേട്ടത്തിമാരുടെ മക്കളും എല്ലാവരും ഞങ്ങളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ നിലയിലൊന്നും എത്തൂലായിരുന്നു. പിന്നെ എന്തെല്ലാം ജീവിതകാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് അവരുടെ എല്ലാം കഥകൾ പറഞ്ഞല്ലോ. ഒരു സിനിമ കാണണമെങ്കിൽ പോലും 10 വയസ്സോ 15 വയസ്സോ കൂട്ടി വെച്ച് ഉമ്മൈവത്താനെയും നസീമത്താനെയും ഒക്കെ വിളിച്ച് ഞങ്ങൾ അംസത്താടെ വീട്ടിൽ പോകും. അംസത്താടെ വീട്ടിൽ ചെന്നിട്ട് അഷറവിക്കായാണ് ഞങ്ങളോട് പറയണത് ഇന്ന സ്ഥലത്ത് ഇന്ന സിനിമയുണ്ട് നിങ്ങൾ പോണോന്ന്, ഷെനായിസിൽ ഇന്നതുണ്ട്, പത്മ ടാക്കീസിൽ ഇന്നതുണ്ട്, ശ്രീധറിൽ ഇന്നതുണ്ട് എന്ന് പറയുമ്പോ
ഞങ്ങൾ അങ്ങനെ അപ്പൊ അവിടെ ചെല്ലുമ്പോ ഉച്ചക്ക് അവിടെ നിന്ന് ചോറിന് അംസത്താടെ വീട്ടിൽ നിന്ന്. അപ്പൊ അംസത്ത നല്ല കണമ്പ് വെച്ചത് തേങ്ങയും മുളക് അരച്ച് വെച്ചതിൽ ഉള്ളി ഇങ്ങനെ താളിച്ചിടും. അത് നല്ല മണമാണ് അവിടെ ചെല്ലുമ്പോ. എന്നിട്ട് ഉള്ളിയൊക്കെ താളിച്ച് ഞങ്ങൾക്ക് അവിടെ നിന്ന് ചോറൊക്കെ തന്ന് അങ്ങനെ ഞങ്ങള് സിനിമക്കൊക്കെ പോയി അങ്ങനെ കണ്ട്. ഞങ്ങള് ചെറുപ്പം മുതലേ ഞങ്ങൾ ഭയങ്കര കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് ഞങ്ങൾക്ക് മരണം വരെ പടച്ചു നിർത്തി തരട്ടെ എന്നാണ് എന്റെ ഇതുവാ. പിന്നെ ഞങ്ങള് എന്റെ ഉമ്മയുടെ നാട്ടിലാണെങ്കിൽ വൈക്കത്താണ്. അവിടെ ഞങ്ങള് ഇളയമാമാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് എല്ലാരും. അപ്പൊ ഇളയമായൊക്കെ 2 വയസ്സ് 1 വയസ്സ് എല്ലാത്തിനും ഉമ്മയുടെ അനിയത്തിമാര് 6-7 അനിയത്തിമാരുണ്ട് ഉമ്മാക്ക്. എല്ലാരും ഒരേ പ്രായക്കാരാണ്. അപ്പൊ ഞങ്ങൾ അവിടെ കളിച്ച് അങ്ങനെയൊക്കെ നടക്കും. അപ്പൊ ഞങ്ങൾ അവിടെ സിനിമക്ക് പോകണമെങ്കിൽ തന്നെ അവിടെ മാമാനെ ഉപ്പുപ്പാനെ പേടിക്കണം. അവര് ഞങ്ങളെ സിനിമക്കൊന്നും വിടൂല. അവര് ഇപ്പറേ വരുമ്പോ ഞങ്ങൾ അപ്പറേ പോകും. തലയോലപ്പറമ്പ് ചന്തയിൽ കൂടി അവര് കയറി വരുമ്പോ ഞങ്ങൾ ടൗണിൽ ബസ് സ്റ്റാൻഡ് വഴി പോകും. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ പോയി സിനിമ നാസറുണ്ട്, എന്റെ മൂത്ത ആങ്ങളെയുണ്ട്. സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ തന്നെ കിലികിലിക്കില വിറച്ചോണ്ടാണ് വന്നത്. എന്നാ വെച്ചാല് വഞ്ചി കടന്നിട്ടാണ് ഇപ്പുറത്തേക്ക് വരാൻ. അക്കരെ നിൽക്കുമ്പോ നോക്കും ഇവിടെ ഉപ്പുപ്പായും ഉമ്മമായൊക്കെ നിപ്പണ്ടാന്ന്, വല്യമായും മാമായും ഒക്കെ നിപ്പണ്ടാന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. വന്ന് സിനിമക്ക് പോയതാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അടിക്കും പിടിച്ച്. അതുപോലെ ഞങ്ങൾക്ക് ഈ ബ്രഷ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചുമന്ന കുപ്പിയിൽ ക്രഷ് എന്ന് പറഞ്ഞ് പണ്ട് ഓർക്കണ്ട ആ സാധനം വരും. അപ്പൊ ഞങ്ങൾക്ക് ഇത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളുടെ ഇളയമ സുലു ഇളയമായും നാസർ നുജുമ എന്ന് പറയുന്ന ഒരു മടനിയത്തിയുണ്ട്. അവരും ഞങ്ങളെല്ലാരും കൂടി അവിടെ ബ്രഷ് കുടിക്കാൻ മമ്മാലിക്ക എന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ ഗ്രാമപ്രദേശമാണ് വൈക്കത്ത്. അവിടെ ചെന്നിട്ട് കാശൊക്കെ കൊണ്ടുപോയി കൊടുത്തൊരു ക്രഷ് മേടിച്ചിട്ട് വീട്ടിൽ അറിയാതിരിക്കാൻ ഞങ്ങൾ തോട്ടിൽ ഇറങ്ങിയിരുന്നിട്ടാണ് ഇത് കുടിക്കണത്. തോടുണ്ട് അവിടെ ഇങ്ങോട്ട് വരുമ്പോ. അവിടെ ചാണാനും ഉണ്ടാവും, അപ്പി ഉണ്ടാവും, എല്ലാ സാധനവും ഉണ്ടാവും. അതിന്റെ നടുക്കിരുന്നിട്ടാണ് ഈ ക്രഷ് കുടിക്കണത്. ഇന്നൊക്കെന്ന് വെച്ചാൽ ഒരു പെപ്സി കൊണ്ടുവന്ന വാപ്പ വലിയ ബോട്ടിലാണ് കൊണ്ടുവന്നത് അല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു മിറണ്ട വേണോന്ന് പറഞ്ഞാൽ വാപ്പ 5 ലിറ്ററിന്റെ 6 ലിറ്ററിന്റെ മിറണ്ടെന്ന് കൊണ്ടുവന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും മേടിച്ചു തരൂല മക്കളെ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ക്രഷൊക്കെ കുടിച്ചേക്കണത്. അതല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും കുടിക്കാ. നിങ്ങളുടെ ഈ മിറണ്ട എന്താണ് പെപ്സി കൊക്കോകോള അതൊന്നും ഞങ്ങൾക്ക് വേണ്ടാത്തതാണ്. ഞങ്ങളുടെ ആഗ്രഹമൊക്കെ അങ്ങനെയൊക്കെ തീർന്നു. തോട്ടിലും കാട്ടിലും പുഴയിലും ഒക്കെ തീർന്നുപോയി. അതാണ് ഞങ്ങളുടെ ജീവിതകഥ. അസ്സലാമു അലൈക്കും.